നിനക്ക് അറിയാം. എടാ നീ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം. മര്യാദക്ക് നീ ഇന്ന് മുതൽ വേറെ എന്തെങ്കിലും ഒരു ഇല തിന്ന് ശീലിച്ചോണം. ഞാൻ പറഞ്ഞേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ എന്താണോ വെക്കുന്നത് അത് നീ തിന്നണം. അതിന് ടി വി ഒന്നും തിന്നുള്ള പരിചയം എനിക്കില്ല. ടിവിയോ? നിങ്ങൾ ഈ വീട്ടിൽ ആകെ വെക്കണത് ടി വി അല്ലേ? ദൈവമേ, നേപ്പാൾ കൗണ്ടർ. പിന്നെ നിങ്ങൾ എന്നാ വിചാരിച്ച തമിഴ്നാട്ടിൽ മാത്രം കൗണ്ടർ ഉള്ളോ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ നോക്കാൻ വേണ്ടിട്ടാണ് എന്റെ മോൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതിപ്പോ ഞാൻ നിന്നെ നോക്കേണ്ട അവസ്ഥയാണല്ലോടാ ഇത്. ഞാൻ നിങ്ങളെ നോക്കട്ടെ. നോക്കല്ലേ. ഇവന്റെ നോട്ടത്തെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല. ഇവൻ എന്തൊരു സാധനത്തെ സൂക്ഷിച്ചു നോക്കിയാലും അതിങ്ങനെ നീങ്ങിപ്പോ. പണ്ട് എന്റെ അനിയത്തിയുടെ മോളും ഭർത്താവും കൂടെ നല്ല വിരുന്നിന് വീട്ടിലോട്ട് വന്നതാ. ഇവൻ കുറച്ചു നേരം ഒന്ന് നോക്കി രണ്ടും രണ്ട് സൈഡിലോട്ട് അങ്ങ് നീങ്ങി. അവൾ ഏതോ ഒരു ഓട്ടോക്കാരന്റെ കൂടെ പോയി. അറിയാമോ? അങ്ങനെ തൊള്ളവനായി ഇവൻ. എടാ നീ ഈ വീട്ടിൽ വന്ന് കേറിയതിന് ശേഷം എന്തെങ്കിലും ഒരു ലാഭം എനിക്കുണ്ടോ? നഷ്ടമല്ലേ ഉള്ളടാ എനിക്ക്. മാസം 100 രൂപയുടെ ലാഭം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? ദൈവമേ, കള്ളത്തരം പറയുന്നുണ്ടോ? എവിടെ നാടാ എനിക്ക് 100 രൂപയുടെ ലാഭം? എന്റെ മുടി വെട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കാശ് ചോദിക്കണ്ടോ? ഉണ്ടോ? അത് ലാഭമല്ലേ? കാരണം എന്താ, ഞാൻ ആ ജന്മ മൊട്ടയല്ലേ. അപ്പൊ ഇവനെയാണ് ഹോട്ടലുകാർ കറിക്കകത്ത് എടുത്തിടുന്നില്ലയോ? അത് അജിനാമൊട്ട, ഇത് ആ ജന്മ മൊട്ട. എടാ ആ ജന്മ പൊട്ട, നീ മര്യാദക്ക് വല്ല ജോലിക്ക് പോണെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഇവിടെ എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ ജോലിക്ക് പോവാം. എന്തോന്ന് ജോലിക്ക് പോകണം? ഞങ്ങൾ ഈ കേരളക്കാരെന്ന് പറഞ്ഞ ആളോ ഞങ്ങൾ ജോലിക്ക് പോവുകയല്ല. നീ അന്യനാട്ടിൽ നിന്ന് വന്നതാ, അപ്പൊ നീ വേണം ജോലിക്ക് പോവാൻ. ഞങ്ങൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ പോയി തെണ്ടി തിരിഞ്ഞ് വല്ല ജോലിയും ചെയ്യുന്നവരാണ് ഞങ്ങള്. അതറിയാമോ നിനക്ക്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മര്യാദക്ക് നീ വല്ല ജോലിക്കും ഇറങ്ങി പൊക്കോളാൻ. ജോലിക്ക് ഇറങ്ങി പോകാൻ എപ്പ ഞാൻ പറയുന്നു അപ്പൊ അവൻ ഈ കുഴലും എടുത്തോണ്ട് ഊതാനിരിക്കും. എനിക്ക് വിശക്കുന്നേ 24 മണിക്കൂർ ഇവന് വിശപ്പ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിൽ ഞാൻ എന്തോ ഉണ്ടാക്കുന്നോ അത് മര്യാദക്ക് നീ കഴിച്ചോണം കേട്ടോ. ഇതെടുത്ത് കഴിക്കുന്നു. ഇതാണ് പുട്ട്. പുട്ടാ? ദൈവമേ, ഇതിന്റെ ഏത് സൈഡിൽ നിന്ന് തൊട്ടാ ഞാൻ കഴിച്ചു തുടങ്ങേണ്ടത്? ഈ സൈഡിൽ നിന്നാണോ ഈ സൈഡിൽ നിന്നാണോ? എടാ ഇത് പുട്ടാണെന്ന്. അത് നിങ്ങൾക്ക്. ഇതെനിക്ക് കൂപ്പിൽ പിടിക്കണ തടി. ഈ സാധനം എന്റെ കാലിലേക്ക് വിടാൻ ഒടിഞ്ഞു പോകും, അറിയാമോ? ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, നീ നോക്കിക്കോ. ഇന്ന് ഞാൻ എന്റെ മോനെ ഒന്ന് വിളിക്കട്ടെ. ഞാനേ ഹലോ. എന്താ അമ്മ? മോനെ സുഖായിരിക്കുന്നോടാ? അമ്മ അങ്ങനെയൊക്കെ പോകുന്നു. മക്കളെ, നീ ആണെങ്കിൽ ആ നേപ്പാളിൽ നിന്ന് വന്നപ്പോ ഒരു സാധനത്തിനെ കൊണ്ടുവന്നില്ലായിരുന്നോ? ഉണ്ണിക്കുട്ടനാണല്ലേ? ആ ഉണ്ണിക്കുട്ടൻ. എടാ അവന് ഭയങ്കര വിശപ്പാടാ അവന്. അമ്മയെ നോക്കാനായിട്ടല്ലേ അമ്മ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അവന് വിശപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, വല്ലോ ഇലയോ പച്ചിലൊക്കെ പറിച്ചു കൊടുത്താ മതി. എടാ പച്ചിലയൊന്നും ഇവിടെ ഇല്ല. ഈ നാട്ടിലെ ഇല മൊത്തം ഞാൻ പറിച്ചു തീർത്ത്. ഞാനാണ് നിന്റെ ബാഗിനകത്ത് വല്ല കാശുണ്ടോന്ന് അറിയാൻ നീ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ആ ബാഗില്ലയോ, അത് ഞാൻ തപ്പിയപ്പോ പൈസയൊന്നുമില്ല. പക്ഷെ നീ അവിടുന്ന് കൊണ്ടുവന്ന ഒരു പാക്കറ്റ് പുട്ടിന്റെ പൊടി ഇരുന്നതെടുത്ത് ഞാൻ ഇപ്പൊ അവന് പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വെട്ടിക്കാത്തിരുന്ന പൊടിയാ? ആ പൊടി എടുത്താണോ അമ്മ ആ പുട്ടുണ്ടാക്കി കൊടുത്തത്? ആ പൊടി എടുത്താ കൊടുത്തത്. എന്റെ അമ്മ അത് പുട്ടുപൊടിയല്ല, പിന്നെ അത് ആൾക്കാരുടെ കണ്ണിലറിയാൻ നേരത്ത് കണ്ണിന്റെ കാഴ്ച പോകുന്ന പൊടിയാ. ആ പൊടി എടുത്ത അമ്മ അവന് പുട്ടുണ്ടാക്കി കൊടുത്തേ. ദേവസംഗീതം നീയല്ലേ യോഗ ചെന്ന് നിൽക്കുന്ന കണ്ടോ ഗുരുവിനകത്ത്? എന്തോ നീ കാണിക്കുന്നേ? ഒച്ചേട്ടൻ പോവാട്ടോ. ദൈവമേ, വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും. അമ്മ, ഇലക്ട്രിസിറ്റിക്കാർ വന്ന് പീസ് ഊരിക്കൊണ്ട് പോയോ? എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. ഇലക്ട്രിസിറ്റിക്കാർ വന്ന് പീസ് ഊരിക്കൊണ്ട് പോയതല്ല, പിന്നെ ഞാൻ ഉണ്ടാക്കി തന്ന പുട്ട് കഴിച്ചപ്പോഴേ നിന്റെ കണ്ണിന്റെ കാഴ്ച പോയതാടാ. എന്നാ കുഴപ്പമില്ല. അടിപൊളി. ആ ഇലയുടെ ഒരു പ്രശ്നം ചെന്നാ ഇല കഴിച്ചു കഴിഞ്ഞാ ശരിയാവൂ നിനക്ക്? ഈ ഇല കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കാഴ്ച ശക്തി കിട്ടും.